സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആദ്യകാലത്തെ സർവീസുകളിലൊന്നാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ്. സ്ഥിരം യാത്രക്കാരെ കൂടാതെ ഇപ്പോൾ കൂടുതലും ടൂറിസ്റ്റുകളാണ് ഈ സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. ബോട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന പുതുതലമുറയും കൂടി വരുന്നുണ്ട്. വേമ്പനാട്ട് കായലിലൂടെ കായൽ കാറ്റേറ്റ് ശുദ്ധവായു ശ്വസിച്ചുള്ള ഈ യാത്ര കുടുംബത്തോടൊപ്പം ആസ്വദിക്കുന്നവരാണ് ഏറെയും. കോട്ടയത്തു നിന്നും 3 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 6:45 ആദ്യത്തെ ബോട്ട് ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്നത്. അടുത്ത ട്രിപ്പ് 11:30 പിന്നീട് ഉച്ചയ്ക്ക് 1 മണിക്കും ഉച്ചകഴിഞ്ഞ് 3:30 വൈകിട്ട് 5:15 മറ്റു ട്രിപ്പുകൾ. അതുപോലെ ആലപ്പുഴയിൽ നിന്നും രാവിലെ 7:15 ആദ്യത്തെ ബോട്ട് കോട്ടയത്തേക്ക് പോരുന്നത്. കൂടാതെ 9:30, 11:30, 2:30, 5:15 ഈ സമയങ്ങളിലും ആലപ്പുഴയിൽ നിന്നും ബോട്ടുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. രാത്രി 9:15 ആലപ്പുഴ നിന്നും പോരുന്ന ബോട്ട് കോട്ടയത്തോടടുക്കുമ്പോൾ ധാരാളം തൂക്കുപാലങ്ങൾ ഉള്ളതുകൊണ്ട് കാഞ്ഞിരം ജെട്ടിയിൽ സർവീസ് അവസാനിപ്പിക്കും. കോട്ടയത്ത് നിന്നും ആലപ്പുഴയ്ക്ക് 29 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ബോട്ടിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ജലപാതയ്ക്ക്. കോട്ടയത്ത് കോടിമത ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് കാഞ്ഞിരം ജെട്ടി, വെട്ടിക്കാട്, 6 ബ്ലോക്ക്, പുന്നമട കായൽ വഴി ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിലെത്തും. 6 ബ്ലോക്ക് കായലിലൂടെയും വേമ്പനാട് കായലിലൂടെയുമുള്ള ബോട്ട് യാത്ര നല്ല രസമാണ്. കുറഞ്ഞ ചിലവിൽ ഏറ്റവും ആസ്വാദികരമായ ഒരു കായൽ യാത്രയാണ് ഈ റൂട്ടിൽ അനുഭവപ്പെടുന്നത്. 6 ബ്ലോക്ക് കായലിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോടൂർ പുഴയുടെ ഇരുവശവും താമസക്കാരുണ്ട്. സാധാരണക്കാരുടെ പച്ചയായ ജീവിതം കാണണമെങ്കിൽ ഇവിടെ വരണം. എത്ര ബുദ്ധിമുട്ടിയാണ് അവരിവിടെ ജീവിക്കുന്നത്. വീതി കുറഞ്ഞ ഈ പുഴയുടെ ഇരുവശത്തേക്കുമുള്ള യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും കടന്നു പോകുന്നതിനായുള്ള ഇരുമ്പ് പാലങ്ങൾ ബോട്ട് വരുമ്പോൾ ഉയർത്തുന്നതിനായി പഞ്ചായത്തിൽ നിന്നും സമീപവാസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിൽ നിന്നുള്ള ഹോണടി കേൾക്കുമ്പോൾ അവർ വന്ന് കയർ വലിച്ച് പാലം ഉയർത്തും. ബോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലാക്കും. ഇത്തരത്തിലുള്ള 5 പാലങ്ങൾ ഇവിടെയുണ്ട്. 3 മണിക്കൂറുള്ള ഈ യാത്രയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി ബോട്ട് ഒരിടത്തും നിർത്തുകയില്ല. കുടുംബത്തോടൊപ്പം കുട്ടികളുമായാണ് യാത്രയെങ്കിൽ വെള്ളവും അത്യാവശ്യം ലഘുഭക്ഷണവും കയ്യിൽ കരുതുക. സാധാരണ യാത്രാ ബോട്ടായതുകൊണ്ട് ടൂറിസം ബോട്ടിൽ കിട്ടുന്നത് പോലെ ഭക്ഷണപാനീയങ്ങളൊന്നും ഈ ബോട്ടിൽ കിട്ടുകയില്ല. അതുപോലെ മറ്റ് തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തി വേണം ബോട്ടിൽ കയറാൻ. ബോട്ടിൽ ടോയ്ലറ്റ് സൗകര്യം ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. 6 ബ്ലോക്കിലേക്ക് കയറുന്നതോടെ കായലിന്റെ ഭംഗി കൂടി വരും. കായൽ നിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശത്താണ് കുട്ടനാടൻ നെൽപ്പാടങ്ങൾ. ഇവിടേക്ക് വെള്ളം കയറാതിരിക്കാനായി ബെൻഡുകൾ കെട്ടിയിട്ടുണ്ട്. നെൽപ്പാടങ്ങളിൽ കൂടുതലായി വരുന്ന വെള്ളം കായലിലേക്ക് പമ്പ് ചെയ്യുന്നതിനായി ധാരാളം പമ്പ് ഹൗസുകൾ കാണാം. ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇവർ ദിവസവും പമ്പ് ചെയ്ത് നീക്കുന്നത്. ഇവിടങ്ങളിലാണ് നീർക്കാക്കളെ കൂടുതലായും കാണുന്നത്. മീൻപിടുത്തവും കഴിഞ്ഞ് വെയിലിന്റെ കാഠിന്യം കുറയ്ക്കാനായി കുളി കഴിഞ്ഞിരിക്കുന്ന നീർക്കാക്കകളെയും ബോട്ട് പോകുമ്പോഴുള്ള ഓളപ്പരപ്പിൽ ചാഞ്ചാടുന്ന കൊക്കുകളെയും കണ്ടുള്ള ഈ കായൽ യാത്ര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹൃദയഹാരിയാണ്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന കുട്ടനാടൻ നെൽപ്പാടങ്ങൾ ബോട്ടിലിരുന്ന് കാണാം.
വേമ്പനാട്ട് കായലിലേക്ക് കയറുമ്പോൾ കണ്ണത്താ ദൂരത്തോളം വെള്ളമാണ്. പിന്നെ അങ്ങോട്ട് ടൂറിസ്റ്റുകളുടെ ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളും കാണാൻ പറ്റും. വലിയ കെട്ടുവള്ളങ്ങളുടെ ഇടയിലൂടെ നാട്ടുകാരുടെ ചെറുവള്ളങ്ങളും സർക്കാരിന്റെ സർവീസ് ബോട്ടുകളും എല്ലാം കൂടി നല്ല തിരക്കാണ് വേമ്പനാട്ട് കായലിൽ എപ്പോഴും. ചാട്ടുളി പോലെ കായലിലേക്ക് മീൻ പിടിക്കാൻ ഊളിയിടുന്ന പൊന്മാനുകളെ വെല്ലുന്ന സ്പീഡ് ബോട്ടുകളാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇനി കുറച്ചു നേരം വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാം.
നമ്മുടെ ഈ യാത്ര നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായലിലൂടെ ചെന്ന് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ ഉടൻ എത്തിച്ചേരും. ഇവിടെയാണ് നെഹ്റു ട്രോഫി പവലിയൻ. ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണ് ലോക ഭൂപടത്തിൽ സ്ഥാനം നേടിയ നെഹ്റു ട്രോഫി വള്ളംകളി. ഈ വർഷത്തെ വള്ളംകളി നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട്. കാണാത്തവർ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോട്ട് ജെട്ടിയോട് അടുക്കുമ്പോൾ ടൂറിസ്റ്റുകളെയും കാത്ത് ധാരാളം ശിക്കാര ബോട്ടുകൾ ഇവിടെയുണ്ട്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരുന്ന ബോട്ട് അടുത്ത ട്രിപ്പിനായി തിരിച്ചിടുന്നത് തന്നെ ഒരു പണിയാണ്. ബോട്ട് ജീവനക്കാരുടെ കഷ്ടപ്പാടുകൾ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സർവീസ് ബോട്ടുകളിൽ യാത്ര ചെയ്യണം. തുരുമ്പെടുത്ത് ദ്രവിച്ച സർക്കാരിന്റെ സർവീസ് ബോട്ടുകളും വൃത്തിഹീനമായ ബോട്ട് ജെട്ടികളും പ്ലാസ്റ്റിക്കും പായലും നിറഞ്ഞ കായലും എല്ലാം ചേർന്ന് ടൂറിസത്തിന് തന്നെ ഭീഷണിയാണ് ഇപ്പോഴുള്ളത്. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ സർവീസ് നടത്തുന്ന പഴയ ബോട്ടുകളൊക്കെ മാറ്റി പുതിയ ബോട്ടുകൾ ഇറക്കിയാലേ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ സാധിക്കൂ, ഒപ്പം സുരക്ഷയും. എങ്കിലേ ഇനിയുള്ള കാലം സർക്കാരിന് വരുമാനം കൂടുകയുള്ളൂ. വീട്ടുകാരെ മുഴുവൻ നിങ്ങളുടെ കൂടെ കൂട്ടിയാലും ഒരു ബിരിയാണി വാങ്ങി കഴിക്കുന്ന ചിലവിൽ ഈ ബോട്ട് യാത്ര നടത്താം. അപ്പോൾ കായൽ സൗന്ദര്യം ആസ്വദിക്കാനായി നിങ്ങളും തയ്യാറായിക്കോളൂ. രാവിലെ 7:15 ആലപ്പുഴ നിന്നുള്ള ബോട്ടിൽ കയറിയാൽ കിഴക്കോട്ടുള്ള യാത്രയിൽ ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റുള്ള കായൽ പരപ്പിലൂടെ ബോട്ടിൽ പോകാം. നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടനാട് കാണാൻ. വൈകുന്നേരം 3:30-ക്കോ 5:15-നോ കോട്ടയത്ത് നിന്നും കയറിയാൽ പടിഞ്ഞാറോട്ടുള്ള യാത്രയിൽ വേമ്പനാട്ട് കായലിൽ സൂര്യാസ്തമയവും കാണാം. ബോട്ട് യാത്രയുടെ നല്ല ഫോട്ടോകൾ കിട്ടാൻ ഈ ട്രിപ്പുകൾ തിരഞ്ഞെടുത്താലും അതായിരിക്കും കൂടുതൽ ഭംഗി. രാവിലെ വെള്ളത്തിൽ ഓളങ്ങൾ കുറവായതിനാൽ കണ്ണാടിയിൽ കാണുന്ന പോലെ പ്രകൃതി ആസ്വദിക്കാം. അതുപോലെ വൈകിട്ടാണ് യാത്രയെങ്കിൽ വേമ്പനാട്ട് കായലിൽ ഒരു സൂര്യാസ്തമയവും കണ്ട് മനം കുളിർക്കെ അടിച്ചു പൊളിക്കാം. വൈകുന്നേരം 5:15-നുള്ള ആലപ്പുഴ കോട്ടയം ട്രിപ്പിന്റെ ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.